Hello my dear students, welcome to JEE Advanced Discussion. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോബബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ പ്രോബബിലിറ്റിയിൽ നിന്ന് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രോബബിലിറ്റി, മെട്രീസസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, വെക്റ്റർ പ്ലസ് 3D ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. അതുകൊണ്ട് പ്രോബബിലിറ്റിയിൽ നിന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസോടെ നമുക്ക് ചെയ്യാം. ഒരു പാർട്ട് 2 എന്ന രീതിയിൽ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യനോടെ പ്രോബബിലിറ്റി ചെയ്യാം. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ 2022 അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ കുറച്ച് കട്ട് ചെയ്ത പോലെ ഉണ്ട്, അത് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സായിട്ടില്ല, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കിക്കോളൂ. സി, ബോക്സ് 1 containing 8 red, 3 blue balls, 5 green. Box 2 contains 24 red, 9 blue, 15 green. Box 3 containing 1 blue, 12 green. അങ്ങനെയുണ്ട്. ബോക്സ് 4 അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അന്നേരോട്ട് ബോക്സ് എ ബോൾ ഈസ് ചോസൺ, അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് കേട്ടോ. എ ബോൾ ഈസ് ചോസൺ റാൻഡംലി ഫ്രം ബോക്സ് 1. ബോക്സ് 1ൽ നിന്നൊരു ബോൾ എടുക്കുന്നു. കോൾ ദിസ് ബോൾ ഈസ് ബി. ഇഫ് ബി ഈസ് റെഡ്, അത് ബി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നേക്കണമെന്നുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് എടുത്താൽ എ ബോൾ ഈസ് ചോസൺ ഫ്രം സെക്കൻഡ് ബോക്സ്. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലൂ എടുത്താൽ തേർഡ് ബോക്സിൽ നിന്ന് ബോൾ എടുക്കണം. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഗ്രീൻ എടുത്താൽ ഫോർത്ത് ബോക്സിൽ നിന്ന് എടുക്കണം. ഇവിടം വരെയുള്ള സെൻറ്റൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ്, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലൂ, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഗ്രീൻ. ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് ആണോ എടുക്കണേ? സെക്കൻഡ് ബോക്സിൽ പോയി ബോൾ എടുത്തോ. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലൂ ആണോ എടുക്കുന്നത്? തേർഡ് ബോക്സിൽ പോയി ബോൾ എടുത്തോ. എന്ത് ബോളെന്നൊന്നും അവർ പറയുന്നില്ല. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഗ്രീൻ ആണോ എടുക്കണേ? ഫോർത്ത് ബോക്സിൽ പോയി ബോൾ എടുത്തോ. അത്രേ അവരവിടെ പറയുന്നുള്ളൂ. ബാക്കിയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഇരിക്കുന്നത്. ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് വൺ ഓഫ് ദ ചോസൺ ബോൾ ഈസ് വൈറ്റ് given that the event is at least one of the chosen ball is green has happened. അവിടെയാണ് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പോയിന്റ് മാത്രം ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആദ്യം ലാസ്റ്റ് പോയിന്റ് മാത്രം. The conditional probability of the event one of the chosen ball is white. Question ഇതാണ്. One chosen ball white given that at least one green. കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓൾറെഡി ഒക്കർ ചെയ്തു, ആ കണ്ടീഷനിൽ നിന്നുകൊണ്ട് ഇ കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ എഴുതിയാൽ പി ഓഫ് വൈറ്റ് ഗിവൺ ജി, ഡബ്ല്യു വൈറ്റിന് വേണ്ടിയിട്ടും ജി ഗ്രീനിന് വേണ്ടിയിട്ടും കൊടുത്താൽ പി ഓഫ് ഡബ്ല്യു ഇൻ്റർസെക്ഷൻ ജി ബൈ പി ഓഫ് ജി, ഇങ്ങനെ വരും ഫോർമുല അല്ലേ. പി ഓഫ് ഇ ഗിവൺ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. ഇതാണ് കേട്ടോ നമുക്ക് ഫൈനൽ കണ്ടുപിടിക്കേണ്ടത്. അതായത് കുറഞ്ഞത് ഒരു ഗ്രീനെങ്കിലും കിട്ടിയാൽ വൈറ്റ് കൂടെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് കണ്ടീഷൻ പ്രോബബിലിറ്റി. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെടുന്നത് B1 എന്ന് പറയുന്ന ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് റെഡ് എടുക്കാം. B1 എന്ന് പറയുന്ന ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാം? ബ്ലൂ എടുക്കാം. B1 എന്ന് പറയുന്ന ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രീൻ എടുക്കാം. ഈ 3 ബോൾ എടുക്കുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ബോളിൻ്റെ
അവസ്ഥ എന്താണെന്നൊന്ന് പറയാം. ഫസ്റ്റ് ബോക്സിനകത്ത് ബോക്സ് B1 ഇവിടെ എഴുതണോ താഴെ എഴുതണോ? താഴെ എഴുതാം. നോക്കൂ, ഫസ്റ്റ് ബോക്സ് B1 എന്ന് പറയുന്ന ബോക്സിന്റെ അവസ്ഥ എന്താണ്? 8 റെഡ്, 3 ബ്ലൂ, 5 ഗ്രീൻ, 16 ബോൾസ്. B2വിൻ്റെ അവസ്ഥ എന്താണ്? 24 റെഡ്, അതിനകത്ത് എണ്ണം കൂടുതലുണ്ട്, 9 ബ്ലൂ, 15 ഗ്രീൻ. ഇതാണ് സെക്കൻഡ് ബോക്സ്. ഇപ്പം എത്ര ബോളായി? 15 പ്ലസ് 9 ശരിയല്ലേ? 24, 9, 15. 24 പ്ലസ് 24 ടോട്ടൽ 48. നെക്സ്റ്റ് ബോക്സ് B3. ബോക്സ് B3യിലേക്ക് വന്നാൽ 12 ഗ്രീൻ, 1 ബ്ലൂ, അതാണ് ആദ്യം എഴുതേണ്ടത്, 3 യെല്ലോ, മാറിയിട്ടില്ലല്ലോ, 1 ബ്ലൂ, 12 ഗ്രീൻ, 3 യെല്ലോ. അപ്പോൾ 16 ബോൾസ്. ബോക്സ് B4ലേക്ക് വന്നാലോ 10 ഗ്രീൻ, 16 ഓറഞ്ച്, 6 വൈറ്റ്, ടോട്ടൽ 32. ഇതാണ് ബോക്സിന്റെ അവസ്ഥ. ഇനി വീണ്ടും ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് എടുക്കുന്നു. ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് എടുക്കുന്നു. 8/16. ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് എടുത്തു. ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് എടുത്താൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇഫ് ബി ഈസ് റെഡ്, അതായത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുക്കുന്ന ബോളിനെ വിളിക്കുന്ന പേരാണ് സ്മോൾ ലെറ്റർ ബി. അത് റെഡ് ആണെങ്കിൽ എ ബോൾ ഈസ് ചോസൺ റാൻഡംലി ഫ്രം ബോക്സ് 2. ബോക്സ് 2വിൽ നിന്ന് ഒരു ബോൾ എടുക്കണം. അതെന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ബോക്സിലേക്ക് ചെല്ലണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് സെക്കൻഡിൽ നിന്ന് എന്തെടുക്കണം എന്നൊരു കണ്ടീഷൻ അവർ വെച്ചിട്ടില്ല. ക്ലിയർ? പക്ഷെ ഞാൻ പറയുന്നു സെക്കൻഡിൽ നിന്ന് ഗ്രീനെ എടുക്കാവൂ. സെക്കൻഡിൽ നിന്ന് ഗ്രീൻ എടുക്കണം. അപ്പോൾ 15/48 കിട്ടും. അപ്പം നിങ്ങൾ ചോദിക്കും, അവിടെ ബ്ലൂ ഇല്ലേ, റെഡ് ഇല്ലേ, എന്തുകൊണ്ട് ഗ്രീൻ എടുത്തു? അവിടെയാണ് ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ടോ, ഫൈനൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? അറ്റ്ലീസ്റ്റ് 1 ബോൾ ഗ്രീൻ, കുറഞ്ഞത് ഒരു ഗ്രീനെങ്കിലും എടുക്കുമ്പോൾ വൈറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ 2 ഗ്രീൻ എടുത്താലും 3 ഗ്രീൻ എടുത്താലും 4 ഗ്രീൻ എടുത്താലും ആ കേസൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഗ്രീൻ ഒന്നും ഇല്ലാത്ത കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണുണ്ടോ, അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ, അതവിടെ ഒക്കുർ ചെയ്യണം. പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഹാസ് ഓൾറെഡി ഒക്വേർഡ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ എന്നുള്ളത് അവിടെ സംഭവിക്കണം. നമ്മൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡാണ് എടുത്തത്, പിന്നെ സെക്കൻഡ് ബോക്സിൽ പോയി റെഡ് എടുത്ത് അവിടെ ഗ്രീൻ ഇല്ല. ആ കേസ് എടുക്കാം, പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫസ്റ്റിൽ നിന്ന് റെഡ് എടുത്തപ്പോൾ സെക്കൻഡിൽ പോയി ഞാൻ ഗ്രീൻ മസ്റ്റായിട്ട് എടുത്തത്. അത് അവർ ബുദ്ധിപരമായിട്ട് മറച്ചു വെച്ചു. സെക്കൻഡിൽ നിന്ന് ഒന്നും എടുക്കണ്ടെന്ന് അവർ ഒന്നും പറഞ്ഞില്ല. അവർ ഏത് ബോളെങ്കിലും നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ചേർത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറഞ്ഞത് ഒരു ഗ്രീനെങ്കിലും ഉള്ള കേസ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, റെഡ് എടുത്താൽ B2ലേക്ക് പോകും കേട്ടോ. ബ്ലൂ എടുത്താൽ B3ലേക്ക് പോകും. ഗ്രീൻ എടുത്താൽ B4ലേക്ക് പോകും. ഇനി ബ്ലൂ എടുത്തു. ഫസ്റ്റിൽ നിന്ന് ബ്ലൂ എടുത്താൽ നേരെ B3യിൽ വരണം.
B3 ഇത് തന്നെയാണ് മക്കളെ അവസ്ഥ. B3 ആരെ എടുക്കണം? ഗ്രീനെ തന്നെ എടുക്കണം. അപ്പോൾ 12/16. ഫസ്റ്റിൽ നിന്ന് ബ്ലൂ എടുത്തു. ഫസ്റ്റിൽ നിന്ന് ബ്ലൂ എന്ന് പറയുമ്പോൾ 3/16. B3 ചെല്ലണം. ബ്ലൂ ആണെങ്കിൽ B3യിലേക്കാണ് പോകേണ്ടത്. B3 ചെന്നിട്ട് അവിടെ നിന്ന് ഗ്രീൻ എടുക്കണം. 12/16. വീണ്ടും B1ൽ നിന്ന് ഗ്രീൻ എടുത്തു. ഇതെല്ലാം യെല്ലോ എഴുതിയെല്ലാം B1ന്റെ കേസ് കേട്ടോ. B1ൽ നിന്ന് ഗ്രീൻ എടുത്തു. 5/16. B1ൽ നിന്ന് ഗ്രീനാ എടുക്കുന്നത് എങ്കിൽ അവർ ഫോർത്ത് ബോക്സിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് കാര്യം. ഫോർത്ത് ബോക്സിൽ നിന്ന് എന്തെടുത്താലും കുഴപ്പമില്ല. കാരണം എന്താണ്? നമ്മൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഓൾറെഡി ഗ്രീൻ എടുത്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഏത് 10/32 എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് ഗ്രീൻ കിട്ടി, ഫോർത്തിൽ നിന്ന് ഗ്രീൻ കിട്ടി, 2 ഗ്രീൻ വന്നാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 5/16 ഇൻറ്റു 16/32 എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഫസ്റ്റിൽ നിന്ന് ഗ്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർത്തിൽ നിന്ന് ഓറഞ്ച് ആയാലും കുഴപ്പമില്ല. 5/16 ഇൻറ്റു ഫോർത്തിൽ നിന്ന് വൈറ്റ് എടുത്തു, 6/32 എടുത്താലും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ഫസ്റ്റിൽ നിന്ന് ഗ്രീൻ എടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും 5/16 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതെന്ത് വരും എന്ന് നോക്കിയേ. 10/32 + 16/32 + 6/32 32/32 വരും. അപ്പം ശരിക്കും ഇവിടെ 15/16 മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതെഴുതിയാൽ മതി. കാരണം ഇവിടെ നിന്ന് ഒരു ബോൾ എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പം 32/32 അല്ലേ വരുള്ളൂ. ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ എന്നുള്ള കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഗ്രീൻ എടുത്ത സ്ഥിതിക്ക് എൻ്റെ കയ്യിൽ ഗ്രീൻ കിട്ടിയില്ലേ? ഗ്രീൻ കിട്ടിയ ഫോർത്തിലേക്ക് പോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോർത്ത് ബോക്സിൽ ചെന്നു. അവിടെ നിന്ന് എന്ത് വേണമെങ്കിൽ എടുത്തോ. ഗ്രീൻ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 2 ഗ്രീൻ ആവും. അവർ അറ്റ്ലീസ്റ്റ് 1 ഗ്രീനാണ് പറഞ്ഞേക്കണം. അപ്പോൾ 2 ഗ്രീൻ ആയാലും കുഴപ്പമില്ല. വൈറ്റ് എടുത്തോ, ഓറഞ്ച് എടുത്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ശരിക്കും എഴുതുന്നത് മീനിങ്ലെസ് ആണ്. 5/16 എഴുതിയാൽ മതി. ഇതിനകത്ത് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. P of W given G is equal to P of green. P of green means അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ആട്ടോ. ഈ എഴുതിയേക്കുന്ന കേസുകളൊക്കെ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ വരുന്ന കേസുകളാണ്. ഇതൊക്കെ അതെ. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ നന്നായിരിക്കും. ഇത് കട്ട് ചെയ്തിട്ട് 2, ഇത് കട്ട് ചെയ്തിട്ട് 5, 16 അല്ലേ? അപ്പോൾ 5/32, ഇത് 12/16, 3, 4, 9/64. അപ്പോൾ ഇതെല്ലാം അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ വരുന്ന കേസാണ്. അതായത് P of G ആണ് 5/32 + 9/64 + 15/16. ഓക്കെ, ഇതായിട്ട് ഉദ്ദേശിക്കുന്നത് P of G ഗ്രീൻ വരുന്ന കേസ്. എല്ലാ കേസുകളും നമ്മൾ താഴെ എഴുതി. അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ വരുന്ന കേസ്. ഇവിടെ 1 ഗ്രീൻ ഉണ്ട്, 2 ഗ്രീൻ ഒരു സ്ഥലത്തേ വരുന്നുള്ളൂ, ഇവിടെ മാത്രം. ന്യൂമറേറ്ററിൽ എന്താണ്? വൈറ്റ് ആൻഡ് ഗ്രീൻ, വൈറ്റ് ഇന്റർസെക്ഷൻ ഗ്രീൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഇവിടെയാണ് വൈറ്റും ഗ്രീനും വരുന്നത്. ഇതാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ. ശരിയല്ലേ? 15/16 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഗ്രീൻ എടുക്കാൻ. 6/32 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ബോക്സിൽ നിന്ന് വൈറ്റ് എടുക്കാൻ. അപ്പോൾ വൈറ്റ് ആൻഡ് ഗ്രീൻ അത് ന്യൂമറേറ്ററിൽ എഴുതി. 15/16 × 6/32. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് നമുക്കൊരു 16 കൊണ്ട് അങ്ങ് അല്ല, ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം അല്ലേ? ഇതൊന്ന് കട്ട് ചെയ്ത് 3/16 എഴുതാം. കംപ്ലീറ്റ് ഒരു 16 എല്ലാ ഡിനോമിനേറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് എന്ത് കിട്ടും? 15 × 3 ബൈ 2 16 ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 16 കട്ടായിപ്പോയി. ഡിവൈഡഡ് ബൈ
5/2 പ്ലസ് 9/4 പ്ലസ് 15. ശരിയല്ലേ? 15/16. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ചെയ്തത് ഒരു 16 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് കട്ടായിപ്പോയി. ന്യൂമറേറ്റർ വരിക 15 × 3/16 ഹോൾ ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ നമുക്ക് 8 വേണമെങ്കിൽ LCM ആയിട്ട് എടുത്താൽ 10 അല്ല 20 പ്ലസ് അടുത്ത് പറയൂ. 18, 9 × 18 പ്ലസ് 15 × 8. ഇവിടെ ഒന്നും കട്ടാവില്ലല്ലോ, കട്ടാവില്ല. 15/16. സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്നറിയാമോ? ഇവിടെ 15 അല്ലായിരുന്നല്ലോ, ഇവിടെ 5 ആയിരുന്നു. സോറി കേട്ടോ, ഇവിടെ 5/16 ആയിരുന്നു. അപ്പോൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് വരുന്നത് 15 അല്ല 5 ആയിരുന്നു. അത് ഏതൊക്കെ ടൈമിൽ വരും? ഇവിടെ പ്രശ്നം വരും, ഇവിടെ പ്രശ്നം വരും. ഞാനത് മൊത്തത്തിൽ മാച്ചിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. കാൽക്കുലേഷനിലെ ഒരു ടൈമിൽ മാത്രം 5 എഴുതേണ്ട സ്ഥാനത്ത് ഞാൻ 15 എഴുതി. കാരണം ഫസ്റ്റ് ബോക്സിൽ 5 ഗ്രീൻ അല്ലേ ഉള്ളൂ. ഫസ്റ്റ് ബോക്സിൽ 5 ഗ്രീനേ ഉള്ളൂ. കണ്ടോ, വീണ്ടും എഴുതി 5 ഗ്രീനേ ഉള്ളൂ ഫസ്റ്റ് ബോക്സിൽ. സോ 5/16 വേറെ എങ്ങും പ്രശ്നമില്ല. അപ്പോൾ ടോട്ടൽ കേസ് ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ 5/32 പ്ലസ് 9/64 പ്ലസ് 5/16. ഇവിടെ ന്യൂമറേറ്റർ എഴുതുമ്പോൾ ഈ കേസ് 5/16 ഇൻറ്റു, ഇതൊന്ന് കട്ട് ചെയ്യുന്നു കേട്ടോ, ഇതൊന്നും കട്ട് ചെയ്തിട്ട് 2 വെച്ചിട്ട് 3/16 2 വെച്ച് കട്ട് ചെയ്യും. ഇനി കംപ്ലീറ്റ് ഞാൻ 16 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 × 3 15/16 വരും ഡിനോമിനേറ്റർ. ഇവിടെ 16 കട്ടായി പോയാൽ 5/2 പ്ലസ് 9/4 പ്ലസ് 5. ദെൻ 15/16 ഡിവൈഡഡ് ബൈ 8 LCM ആയിട്ട് എടുത്താൽ 20 പ്ലസ് 18 പ്ലസ് 40 വിച്ച് ഈസ് ഈക്വൽ ടു 15/16 ഇൻറ്റു, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 8 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 20 60 പ്ലസ് 78 അല്ലേ, 20 60 78. ഇതും കട്ട് ചെയ്ത് പോയി 2 കിട്ടി. 15ഉം 78ഉം 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 വരും. 78ൽ എത്ര വരും? 3 കൊണ്ട് 2 6 26 വരും. 26 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ബിക്കം 5/52. സോ ഓപ്ഷൻ സി ഇസ് കറക്റ്റ്, 5/52. JEE അഡ്വാൻസ് 2022 ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏത് കാറ്റഗറി പെടുത്തു ഇതിനെ? ഈസി, ആവറേജ്, ടഫ്? ഈസി അല്ല, ടഫും അല്ല, ആവറേജിൽ പെടുത്താം അല്ലേ. ടഫിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ, ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ. അറ്റ്ലീസ്റ്റ് 1 ഗ്രീനിൽ നിന്നുകൊണ്ട് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് റെഡ് എടുത്തു, ഫസ്റ്റിൽ നിന്ന് ബ്ലൂ എടുത്തു, ഫസ്റ്റിൽ നിന്ന് ഗ്രീൻ എടുത്തു. റെഡ് എടുക്കണമെങ്കിൽ നേരെ സെക്കൻഡിൽ പോയി അവിടെ നിന്ന് ഗ്രീൻ എടുത്തു. കാരണം അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ എന്നവർ വ്യക്തമായി പറയുന്നു. ഫസ്റ്റിൽ നിന്ന് ബ്ലൂ എടുക്കണമെങ്കിൽ തേർഡിൽ ചെല്ലുന്നു, ഗ്രീൻ എടുക്കുന്നു. ഫസ്റ്റിൽ നിന്ന് ഗ്രീനാണ് എടുക്കുന്നതെങ്കിൽ ഫോർത്തിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല.
ആ കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ആൻസർ സി കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വീണ്ടും 2020 ക്വസ്റ്റ്യൻ ആണ്. 2020. നോക്കൂ, 2 dice are thrown, each with faces 1, 2, 3. അതൊക്കെ നമുക്കറിയാം. rolled together. Sum of the numbers on the dice observed. ഫസ്റ്റ് സെന്റൻസിൽ വലിയ കാര്യമൊന്നുമില്ല. This process repeated till sum either a prime or a perfect square. നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു. ടിൽ നമ്മൾ ഗെയിം അവസാനിപ്പിക്കുന്നത്. അവിടെ കോയിൻ ടോസ് ചെയ്തിട്ട് 2 ഹെഡ് കിട്ടിയാൽ അത് 23 ചോദിച്ചു. ഇത് 20 ക്വസ്റ്റ്യൻ. 2 ഹെഡ് കിട്ടിയാൽ ഞാൻ കളി നിർത്തും. 2 ടെയിൽ കോൺസിക്യൂട്ടീവ് പെട്ടെന്ന് കിട്ടണം. അടുപ്പിച്ച് കിട്ടിയാൽ അപ്പോൾ ഗെയിം അവസാനിപ്പിക്കും. ഇവിടെ എന്താണ്, സം പ്രൈം നമ്പർ കിട്ടിയാലും കളി നിർത്തും, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയാലും നിർത്തും. സപ്പോസ് ദ സം ടേൺസ് ഔട്ട് ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ ബിഫോർ എ പ്രൈം നമ്പർ. പ്രൈം നമ്പറിന് മുൻപ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഫസ്റ്റ് ടോസിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാം. സമ്മാട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 2 ഡൈ ത്രോ ചെയ്താൽ 1, 1, 2, 2, 1, 3, 1, 4 അങ്ങനെ കിട്ടുന്നു. സമ്മ് പ്രൈം കിട്ടുക എന്ന് പറയുമ്പോൾ 2 വരാം, 3 വരാം, 5 വരാം, 7 വരാം, 11 വരാം. പെർഫെക്റ്റ് സ്ക്വയർ വരിക എന്ന് പറഞ്ഞാൽ സമ്മ് 1 വരാം, പക്ഷെ 1 ഇതിനകത്ത് കിട്ടില്ല. 4 വരാം, 9 വരാം. ഇത്രയേ ഉള്ളൂ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ പ്രൈം കിട്ടുന്നതിന് മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നു. അതവിടെ സംഭവിക്കണം. സപ്പോസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നിൽ ഫസ്റ്റ് ടോസിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ പെർഫെക്റ്റ് സ്ക്വയറും കിട്ടരുത്, പ്രൈമും കിട്ടരുത്. സെക്കൻഡിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടരുത്, പ്രൈമും കിട്ടരുത്. സെക്കൻഡിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടരുത്, പ്രൈമും കിട്ടരുത്. തേർഡിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാം. ഓക്കെ, നമ്മൾ ആ ഒരു ഓർഡറിലാക്കി എടുക്കുന്നുള്ളൂ. കാരണം ഇത് രണ്ടും കിട്ടരുതെന്ന് പറയാൻ കാരണം പെർഫെക്റ്റ് സ്ക്വയറോ പ്രൈമോ കിട്ടിയ കളി നിർത്തും. എനിക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി കളി അവസാനിപ്പിക്കണം. ഇഫ് P is the probability that this perfect square is an odd number, then 14B. ഇങ്ങനെ കളി നിർത്തി എങ്കിൽ ഈ പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പർ ആയിരിക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ഓടെന്ന് പറഞ്ഞാൽ ആ 9 കിട്ടണം. അതാണ് പരിപാടി. കുറച്ച് പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും. ഓക്കെ, നോക്കിക്കോളൂ. സി, അപ്പോൾ കോയിൻ ടോസ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം 1, 1, 1, 2, 1, 3 അങ്ങനെ 36 ഔട്ട്കംസ് ഉണ്ട്. 1, 1, 1, 2, 1, 3, 1, 4 അങ്ങനെ 36 ഔട്ട്സ്. ടോട്ടൽ 36 ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുന്നത്, സപ്പോസ് പ്രൈം കിട്ടുന്നത് ഞാൻ എ എന്ന് വിളിക്കുന്നു. സം പ്രൈം കിട്ടുന്നത് ക്യാപിറ്റൽ എ. അപ്പോൾ സം പ്രൈം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വരാം, 5 വരാം, 7 വരാം, 11 വരാം. ഇത്രയല്ലേ ഉള്ളൂ. 3, 5, 2 ഉണ്ട്. 2 ഉണ്ട്. ഏതാ? 1, 1 കിട്ടുമ്പോൾ 2 വരില്ലേ? 3, 5, 7, 2, 3, 5, 7, 11. ഇത്രയല്ലേ ഉള്ളൂ. അതെ. ഇനി നമ്പർ എത്രയായിരിക്കും? നമ്പർ ഓഫ് എലിമെന്റ്സ് n ഓഫ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 വരുമ്പോൾ ഒരു ചോയ്സ് അല്ലേ ഉള്ളൂ. ഏത്? 1, 1. 3 വരുമ്പോഴോ 1, 2, 2, 1 രണ്ടെണ്ണം ഉണ്ട്. 5 വരുമ്പോഴോ 3, 2, 2, 3, 4, 1, 4, 1, 1, 4 4 ഉണ്ട്. 7, 1, 6, 6, 1, 4, 3, 3, 4, 2, 5, 5, 2 6 ഉണ്ട്. 11, 6, 5, 5, 6 രണ്ടെണ്ണം ഉള്ളൂ. ടോട്ടൽ 10, 14, 15. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി
പി ഓഫ് എ എന്ന് പറയുന്നത് 15/36. ഡൗട്ടില്ലല്ലോ? ഡൗട്ടില്ല. സമ്മ് പ്രൈം വരുന്നത് 15 കേസിലുണ്ടായിരിക്കും. അതിനകത്ത് അതിൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ ടോട്ടൽ 36, സം പ്രൈം വരുന്നത് 15. ഇനി ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ബി എന്ന് വിളിക്കുന്നു. സമ്മ് പെർഫെക്റ്റ് സ്ക്വയർ സമ്മാട്ടോ. അപ്പോൾ ഏതൊക്കെ വരും? 4ഉം 9ഉം. അതിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ടാവും? 4 വരുന്നത് 1 3 3 1 2 2 3 9 വരുന്നത് 4 5 5 4 6 3 3 6 4 7. അപ്പോൾ ഇത് ബി, എൻ ഓഫ് ബി. അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 7/36. ഓക്കെ. ഇനി ഞാൻ പറയുകയാണ് നോട്ട് സ്ക്വയർ അല്ലെങ്കിൽ നൈദർ പെർഫെക്റ്റ് സ്ക്വയർ നോർ പ്രൈം. നൈദർ പെർഫെക്റ്റ് സ്ക്വയർ നോർ പ്രൈം. പെർഫെക്റ്റ് സ്ക്വയറും പ്രൈമും വരരുത്. അതിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. സി. പെർഫെക്റ്റ് സ്ക്വയറും പ്രൈമും വരരുതെന്ന് പറഞ്ഞാൽ സം 6 അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പ്രൈം അല്ല. പിന്നെ സം 8 വേറെ, സം 10, സം 12 ഇവരാരും പെർഫെക്റ്റ് സ്ക്വയറും അല്ല പ്രൈമും അല്ല. ഓക്കെ. അത് എത്ര കേസ് ഉണ്ടാവും? അപ്പോൾ ഇത് മൊത്തം 22 ഉണ്ട് അല്ലേ? 15 ഇവിടെയും വന്നു, 7 ഇവിടെയും വന്നു. ബാക്കിയുള്ളത് അപ്പോൾ 22. 36 നിന്ന് 22 പോയാൽ ബാക്കി 14. അപ്പോൾ എൻ ഓഫ്, അതായത് ഇത് വരുന്നത് സമ്മ് ഏതൊക്കെയായിരിക്കും? എൻ ഓഫ് സി എന്ന് പറയുന്നത് 14. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സമ്മ് ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? 6 8 10 ശരിയല്ലേ? 6 8 10 15ഉം 7ഉം 22 22 എന്ന് 14. ഓക്കെ. അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് സി എന്ന് പറയുന്നത് എത്രയാണ്? 14/36. അപ്പോൾ നിങ്ങൾ 3 കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന്, പി ഓഫ് എ. പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? പ്രൈം വരാനുള്ള പ്രോബബിലിറ്റി. 2, പി ഓഫ് ബി. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള പ്രോബബിലിറ്റി. 3, പി ഓഫ് സി. എന്താണ് സി? നൈദർ പെർഫെക്റ്റ് സ്ക്വയർ നോർ പ്രൈം. ഇത് രണ്ടും വരരുത്. ഓക്കെ. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ദാറ്റ് സം ടേൺസ് ഔട്ട് ടു ബി പെർഫെക്റ്റ് സ്ക്വയർ. സപ്പോസ് ദാറ്റ് സം ടേൺസ് ഔട്ട് ടു ബി പെർഫെക്റ്റ് സ്ക്വയർ ബിഫോർ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി പ്രൈം. അതിനെ ഞാൻ ഒരു E2 എന്ന് വിളിച്ചു. E2 എന്താണ്? സപ്പോസ് പെർഫെക്റ്റ് സ്ക്വയർ ബിഫോർ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി പ്രൈം. പ്രൈമിന് മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ പി ഓഫ് E2 ശ്രദ്ധിച്ചോളൂ, പ്രൈമിന് മുൻപ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അതായത് ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെന്ന്. അപ്പോൾ എനിക്ക് ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. അങ്ങനെ പറഞ്ഞേക്കണേ. സപ്പോസ് സം ടേൺസ് ഔട്ട് ടു ബി പെർഫെക്റ്റ് സ്ക്വയർ ബിഫോർ പ്രൈം. അല്ലെങ്കിൽ ഫസ്റ്റ് ടോസിൽ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. അല്ലെങ്കിൽ പി ഓഫ് സി. ഏത്? ഫസ്റ്റ് ടോസിൽ പെർഫെക്റ്റ് സ്ക്വയറും കിട്ടിയില്ല, പ്രൈമും കിട്ടിയില്ല. പ്രൈം കിട്ടിയ എന്താ കുഴപ്പം? ഞാൻ കളി നിർത്തോടെ. സെക്കൻഡ് ടോസിൽ കിട്ടി. അല്ലെങ്കിൽ ഫസ്റ്റിൽ കിട്ടിയില്ല, സെക്കൻഡിലും കിട്ടിയില്ല, തേർഡിൽ കിട്ടി. ഫസ്റ്റിലും കിട്ടിയില്ല, സെക്കൻഡിലും കിട്ടിയില്ല, തേർഡിൽ കിട്ടി. ആരെ കിട്ടി? പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് GP. പി ഓഫ് ബി നമുക്ക് പുറത്തേക്ക് എടുക്കാം. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 15/36. അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ബ്രാക്കറ്റിന് ഇൻസൈഡ് 1 പ്ലസ് പി ഓഫ് സി
14/36 പ്ലസ് 14/36ന്റെ സ്ക്വയർ പ്ലസ് എക്സെട്രാ സൺ ഇൻഫിനിറ്റ് ജി പി. പാർട്ട് 1 നമ്മൾ ചെയ്തതാണ് സെയിം കാൽക്കുലേഷൻ. ഇൻഫിനിറ്റ് ജി പിയുടെ സമ്മിന്റെ ഫോർമുല a/1 - r which is equal to 15/36 into 36 minus 14, 22. 36/22 which is equal to 15/22. ശരിയല്ലേ? 15/22. ഓക്കെ. Then ഇനി P is the probability that this square is an odd number. ഈ സ്ക്വയർ എന്താവണം? ഓഡ് നമ്പർ ആയിരിക്കണം. ഈ സ്ക്വയർ ഓഡ് നമ്പർ ആയിരിക്കണം. അതായത് ഞാൻ അതിനെ ഈവൺ എന്ന് വിളിച്ചു വന്നിരിക്കുന്നത്. ഈ ഓഡ് നമ്പർ എന്ന് പറയുന്നതിന് ഈവൺ, സ്ക്വയർ ഓഡ് നമ്പർ കിട്ടുന്നതിനെ ഈവൺ എന്ന് വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് E1 given E2 ആണ്. E1 given E2. E1 given E2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം P ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 ബൈ P ഓഫ് E2 ആണ്. P ഓഫ് E2 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത് 15/22. കാൽക്കുലേഷനിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. P ഓഫ് E2 15/22. നോക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് വന്നില്ലേ? P ഓഫ് B എത്രയായിരുന്നു? സോറി. P ഓഫ് A അല്ലേ 15/36? സോറി, റിയലി സോറി. ഇത് തെറ്റി. ഞാൻ ഇതൊന്നും മാറ്റി കേട്ടോ. ഈ പോർഷൻ മാത്രം. ആ നമ്പർ എഴുതിയപ്പോൾ ശ്രദ്ധിച്ചില്ല. ഏതാണ് ഇഷ്യൂ പറ്റിയത്? P ഓഫ് A ആയിരുന്നു 15/36. P ഓഫ് B 7/36 ആയിരുന്നു. P ഓഫ് B ഔട്ട്സൈഡ് എടുത്തപ്പോൾ 7/36. ബാക്കിയൊക്കെ ശരിയായിരുന്നു. 1 പ്ലസ് P ഓഫ് C എന്ന് പറയുന്നത് അതിൽ മാറ്റമൊന്നുമില്ല. 14/36 പ്ലസ് 14/36 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്രാ ഈക്വൽ ടു 7/36 ഇൻറ്റു A/1 - R ഇൻഫിനിറ്റ് ജി പിയുടെ ഫോർമുല 1/1 - 14/36 which is equal to 7/36 into ഇത് 36 മൈനസ് 14 22 കിട്ടും. അപ്പോൾ 36/22 which is equal to 7/22. That's okay. So this term becomes 7/22. ഇനി ഇതിൻ്റെ ന്യൂമറേറ്റർ E1 ഇൻ്റർസെക്ഷൻ E2 അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താ E1 എന്ന് പറഞ്ഞാൽ? E1 എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പർ ആയിരിക്കും. എന്താ E2? E2 എന്ന് പറഞ്ഞാൽ പ്രൈമിന് മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ വരണം. പെർഫെക്റ്റ് സ്ക്വയർ പ്രൈം, പെർഫെക്റ്റ് സ്ക്വയർ കഴിഞ്ഞിട്ട് പ്രൈം വരാമുള്ളൂ. അപ്പോൾ ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ വരണം. അതാണ് E2. E1 ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ വരണം, അത് ഓടും ആയിരിക്കണം. അപ്പം ശരിക്കും E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ P ഓഫ് E1 തന്നെയാണ്. കാരണം E1 E2ൻ്റെ സബ്സെറ്റ് അല്ലേ. E2 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ എന്നേ പറയുന്നുള്ളൂ. E1 എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പോൾ E2-നകത്താണ് E1 വരുന്നത്. അപ്പോൾ P ഓഫ് E1 കണ്ടുപിടിക്കാം. P ഓഫ് E1 നോക്കിക്കോളൂ. P ഓഫ് E1 എന്ന് പറഞ്ഞാൽ
ഈവൺ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പർ ആയിരിക്കണം. അതായത് ഈ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സം 4 പറ്റില്ല. 9 വരുന്ന കേസ് എത്ര ഉണ്ട് പറഞ്ഞേ? 5 4 4 5 6 3 3 6 4 കേസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 4 കേസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓഡ് നമ്പർ കിട്ടാം, അല്ലെങ്കിൽ ആദ്യത്തെ ടോസിൽ പ്രൈമും കിട്ടിയില്ല ഓടും കിട്ടിയില്ല 14/36. അല്ലെങ്കിൽ രണ്ടാമത്തെ ടോസിൽ ആരെ കിട്ടി? ഓട് കിട്ടി, പെർഫെക്റ്റ് സ്ക്വയർ 9 കിട്ടി. 14/36 ഇൻറ്റു 14/36 ഇൻറ്റു 4/36. നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി തന്നെ. ഇവിടെ ചെയ്തപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിനെ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ചെയ്തപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അത് ഓടാണ്. ഒരു കണ്ടീഷനോടെ കൂടുതൽ വന്നു. പ്ലസ് എക്സെട്ര ഈക്വൽ ടു, ഇതിനകത്ത് ആരെ പുറത്തേക്ക് എടുത്തു? 4/36 ഔട്ട് സൈഡ് എടുത്തു, ഇൻറ്റു ഇത് അവിടെ ചെയ്തതുപോലെ തന്നെ a/1 - r 14/36 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 4/36 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 36/36 - 14 ദാറ്റ് ഈസ് 22. അപ്പോൾ 4/22 എന്നാണ്. 4/22. സോ 4/22 by 7/22. ആൻസർ ബിക്കം 4/7. ഇതാണ് അവർ പി എന്ന് വിളിച്ചിരിക്കുന്നത്. PB is the probability that this perfect square is an odd number. അതാണ് P. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 14Pയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിത് ജസ്റ്റ് ഒന്ന് മായ്ക്കുവാണ്. 14Pയുടെ വാല്യൂ. സോ ആൻസർ ഈസ് 14P is equal to 14 into 4/7. 7 14 കട്ട് ചെയ്ത് പോയി. 2 into 4 ആൻസർ ബിക്കം 8. ആൻസർ ബിക്കം 8. ഓക്കെ, 2020 JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻ 23 ഫസ്റ്റ് പാർട്ട് ചെയ്തു. അത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഇവിടെ വന്ന ഇഷ്യൂ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. എന്താണ്? ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം ബിഫോർ പ്രൈം. ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം ബിഫോർ പ്രൈം. അപ്പോൾ ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ, ഞാൻ ആ ഓർഡറിൽ എടുത്തു എന്നുള്ളൂ കേട്ടോ, അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ എന്തായാലും ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന ഒരു കേസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ആദ്യം പെർഫെക്റ്റ് സ്ക്വയറോ പ്രൈമോ കിട്ടരുത്, രണ്ടാമത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അല്ലെങ്കിൽ ആദ്യം പെർഫെക്റ്റ് സ്ക്വയറോ പ്രൈമോ കിട്ടരുത്, 1ലും 2ലും കിട്ടരുത്, 3ൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അവിടെ എഴുതിയപ്പോൾ ചെറിയ കറക്ഷൻ വന്നിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു, ക്ലിയർ ചെയ്തു. പിന്നെ അതിനകത്ത് ഈവൺ കണ്ടീഷണൽ പ്രോബബിലിറ്റി കയറി വരുന്നു. ഈവൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അപ്പോൾ അതിൻ്റെ ഇന്റർസെക്ഷൻ വരുമ്പോൾ ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ, മറ്റത് ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ എടുക്കും. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ എഴുതും, സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ചെയ്തത് അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഈസി ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ഈസി ക്വസ്റ്റ്യൻ. ഇതൊരു ഈസി കാറ്റഗറി ക്വസ്റ്റ്യനാണ്. 2013 ക്വസ്റ്റ്യനാണ്. JEE അഡ്വാൻസിൻ്റെ 2013 ക്വസ്റ്റ്യനാണ്. പക്ഷെ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫായിരുന്നു, അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വിതിൻ സെക്കൻഡ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. 4 persons independently solve a certain problem correctly with probabilities. Correctly with probabilities. ഞാൻ ഫസ്റ്റ് പേഴ്സൺ കറക്റ്റായിട്ട് ചെയ്യുന്നതിനെ P of A എന്ന് വിളിച്ചു, വിച്ച് ഈസ് 1/2. അപ്പോൾ നിങ്ങൾക്കറിയാം P of A കോംപ്ലിമെൻറ്റ്, അതായത് ഫസ്റ്റ് വൺ കറക്റ്റായിട്ട് ചെയ്തില്ല, 1 - 1/2. B സെക്കൻഡ് വൺ കറക്റ്റായിട്ട് ചെയ്യുന്നത് 3/4. അപ്പോൾ സെക്കൻഡ് വൺ കറക്റ്റായിട്ട് ചെയ്തില്ല, B കോംപ്ലിമെൻറ്റ് 1 - 3/4 ദാറ്റ് ഈസ് 1/4.
പി ഓഫ് സി തേർഡ് വൺ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/4. തേർഡ് വൺ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല, സി കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് 3/4. ഫോർത്ത് വൺ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ഡി, സാധാരണ ഇത് 3 പേരെയൊക്കെ കാണാറുള്ളൂ, 4 പേരായിരുന്നു മാത്രം, 1/8. അപ്പോൾ നാലാമത്തെ ആളും കറക്റ്റ് ആയിട്ട് ചെയ്തില്ല, 1 - 1/8 ദാറ്റ് ബിക്കം 7/8. Question. Then the probability that problem is solved correctly at least one of them. കുറഞ്ഞത് ഒരാളെങ്കിലും പ്രോബ്ലം കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. ശരിയല്ലേ? ഇപ്പൊ എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി എടുത്താലും മതി. ഒരാൾ സോൾവ് ചെയ്യാം, 2 ആൾ സോൾവ് ചെയ്യാം, 3 ആൾ സോൾവ് ചെയ്യാം, 4 ആൾ സോൾവ് ചെയ്യാം, ഒക്കെ ഞാൻ എടുക്കും. കുറഞ്ഞത് ഒരാളെങ്കിലും സോൾവ് ചെയ്യണം. പക്ഷേ എ യൂണിയൻ ബി യൂണിയൻ സി ഡി ഒക്കെ എഴുതൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഈ കേസ് വേണ്ടെന്നല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. 1 - പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ്ഡ് കറക്റ്റ്ലി. ഇതല്ലേ ഉദ്ദേശിക്കുന്നത്. ഈ 4 പേരിൽ ആരും കറക്റ്റായിട്ട് ചെയ്തില്ല, ഈ കേസ് ഞാൻ എടുക്കില്ല. ബാക്കി എല്ലാ കേസും എടുക്കും. ഒരാൾ കറക്റ്റായിട്ട് ചെയ്തു, ബാക്കി 3 പേര് തെറ്റിച്ചു, ആയിക്കോട്ടെ. അത് എ ആവാം ബി ആവാം ആരായാലും കുഴപ്പമില്ല. 2 പേര് കറക്റ്റാക്കി 2 പേര് തെറ്റിച്ചു, ആയിക്കോട്ടെ. 3 പേര് കറക്റ്റാക്കി, ഒരാൾ തെറ്റിച്ചു, ഇതാ തെറ്റിക്കുന്ന ആൾ ഡി ആവാം ബി ആവാം സി ആവാം എ ആരായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ എടുക്കും. ഇവർ 4 പേരും തെറ്റിച്ചു, ഈ കേസ് എനിക്ക് വേണ്ട. 1 - P of A complement intersection B complement intersection C complement intersection D complement, which is equal to 1 - P of A complement into P of B complement into P of C complement. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എല്ലാം നമുക്ക് ഇൻറ്റു ആക്കാം. അപ്പോൾ 1/2 കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണ്ടേ. 1/4 ഞാൻ എഴുതിയേക്കുന്ന നമ്പർ ഏതെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് പറയണേ. കഴിഞ്ഞ ക്വസ്റ്റിനെ പറ്റിയതുപോലെ ഫോമുല എല്ലാം കറക്റ്റായിട്ട് എഴുതി നമ്പർ എടുത്ത് എഴുതിയപ്പോൾ മാറിപ്പോയി. 3/4 7/8. 1 - ഒന്നും ക്യാൻസൽ ആവില്ല അല്ലേ. ഇതെല്ലാം 2ൻ്റെ പവറുകളാണ് വരുന്നത്. 2 സ്ക്വയർ 2 സ്ക്വയർ, അപ്പോൾ 2⁴, 2⁵, 2⁵. അപ്പോൾ 2⁸ വരും. 2⁸. 2⁸ എന്ന് പറയുമ്പോൾ 256. ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാമല്ലേ, എല്ലാത്തിലും 256 ആണ്. ന്യൂമറേറ്റർ 21. അപ്പോൾ 256ൽ നിന്ന് 21 കുറയ്ക്കൂ. ഡിനോമിനേറ്റർ ഈസ് 256. ന്യൂമറേറ്റർ 21 കുറച്ചാൽ 5 3 2. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ. 235/256. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. വെരി ഈസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അഡ്വാൻസ് ലെവൽ പ്രിപ്പയർ ചെയ്ത ഏത് സ്റ്റുഡൻസിനും വളരെ ഫെമിലിയർ ആയിട്ടുള്ള, കീം ലെവലും മെയിൻസ് ലെവലിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളെല്ലാം ആൻസർ ചെയ്യുന്നുള്ള ഉറപ്പാണ്. ഞാനൊരു ഈസി ക്വസ്റ്റ്യൻ വേണമല്ലോ എന്ന് വെച്ച് തന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അത് 2014 ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 2014. ഇതും കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷേ ആദ്യത്തെ ക്വസ്റ്റ്യനെ പോലെ അത്ര എളുപ്പമല്ല, കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട്. 3 boys and 2 girls. 3 boys and 2 girls. 3 boysനെ ഞാൻ B1 B2 B3 എന്ന് വിളിച്ചു. ആൻഡ് 2 ഗേൾസിനെ ഞാൻ G1 G2 എന്ന് വിളിച്ചു. ഓക്കെ, 3 ബോയ്സ് B1 B2 B3 ആൻഡ് 2 ഗേൾസ് G1 G2. അവരൊരു ക്യൂവിൽ നിൽക്കുവാണ്. ഇനിയുള്ള സെൻറ്റൻസ് ആണ് പ്രശ്നം. ദ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് ബോയ്സ് എഹെഡ് ഓഫ് എവരി ഗേൾ ഈസ് അറ്റ് ലീസ്റ്റ് 1 മോർ ദാൻ നമ്പർ ഓഫ് ഗേൾസ് എഹെഡ് ഓഫ് ഹർ. അതൊന്ന് മനസ്സിലാക്കിയ സംഗതി കിട്ടി. ഇത് ടോട്ടൽ അറേഞ്ച്മെന്റും പറയാം കേട്ടോ. ടോട്ടൽ 5 പേരെ അറേഞ്ച് ചെയ്യുന്നതിന് ടോട്ടൽ 5 ഫാക്ടോറിയൽ.
5 ഫാക്ടോറിയൽ. കാരണം 5 പേരെ ക്യൂവിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ഇൻ എ ലൈൻ. 5 ഒബ്ജക്റ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 5 ഫാക്ടോറിയൽ വേസ്. ഒരു പ്രശ്നമില്ല. ബാക്കി സെക്കൻഡ് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായാൽ കാര്യങ്ങൾ ഓക്കെ ആയി. നമ്പർ ഓഫ് ബോയ്സ് എഹെഡ് ഓഫ് എവരി ഗേൾ ഇസ് അറ്റ്ലീസ്റ്റ് 1 മോർ ദാൻ നമ്പർ ഓഫ് ഗേൾസ് എഹെഡ് ഓഫ്. ഇവരിങ്ങനെ ക്യൂവിൽ നിൽക്കുക. ഓക്കെ അല്ലേ? 5 പേരും ക്യൂവിൽ നിൽക്കുക. ഇവരെന്ത് ചെയ്യും? ഗേളിൻ്റെ മുൻപിൽ എത്ര ബോയ് ഉണ്ട് ഗേൾ ഉണ്ടെന്ന് നോക്കും. ബോയുടെ എണ്ണ ആയിരിക്കണം കൂടുതൽ, അത്രയേ ഉള്ളൂ. ബോയുടെ എണ്ണ ആയിരിക്കണം കൂടുതൽ. ഞാൻ 1-2 എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ കിട്ടും. B1, B2, G1, B3, B3, G2, B3. ഈ പണി പറ്റില്ല. കാരണം ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗേളുണ്ട്, ഒരു ബോയ് ഉണ്ട്. അത് പറ്റില്ല. ബോയുടെ എണ്ണം കൂടുതൽ നിൽക്കണം. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഗേളില്ല, പറ്റില്ല. ഇത് അലൗഡ് അല്ല. G1, B1, G2, B2, B3. ഇത് കുഴപ്പമില്ല. കാരണം ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗേളേ ഉള്ളൂ, ബോയ്സ് 3 പേരുണ്ട്, കുഴപ്പമില്ല. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഗേൾസ് ആരുമില്ല, ബോയ്സ് 3 പേരുണ്ട്, ഒരു കുഴപ്പമില്ല. പറ്റില്ല. അല്ല, ഇത് പറ്റും. ഇത് പറ്റും അല്ലേ? പറ്റും. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോയേ ഉള്ളൂ, ഗേൾ ആരുമില്ല. നിങ്ങൾ ഗേൾസിൻ്റെ ഫ്രണ്ടിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് നോക്കും. അത് ഗേളിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായല്ലേ? ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ B1, G1, B2, B3, G2. ഇത് പറ്റില്ല. പറ്റില്ല. കാരണം ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ബോയ്സ് ആരുമില്ല, ഗേൾസ് ആരും. അത് പറ്റില്ലെന്നേ. ബോയ്സിൻ്റെ എണ്ണം ഒന്ന് കൂടി നിൽക്കണം. ഗേൾസ് ആരും ഇല്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ഒന്നെങ്കിലും വരണം. അപ്പം ഇനി നമുക്ക് എഴുതി നോക്കാം. എത്ര കേസ് ഉണ്ടെന്ന് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ, അതിനുള്ളതേ ഉള്ളൂ. നോക്കൂ. അപ്പോൾ ആ 2 കേസ് നമുക്ക് എടുക്കാമല്ലോ. G1, B1, G2, B2, B3. ഈ കേസ് നമ്മൾ എടുത്തു. അടുത്ത ഏതാ എഴുതുന്നു? G1, B1, B2, G2, B3. ഈ 2 കേസ് നമ്മൾ ഓൾറെഡി എഴുതിയതായതുകൊണ്ട് അത് ഇനി ഒന്നുകൂടെ കണ്ടുപിടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അടുത്തത് G1, G2, B1, B2, B3. ഫസ്റ്റ് പൊസിഷനിൽ ഗേളിനെ നിർത്തിയിട്ട് ഫസ്റ്റിലും സെക്കൻഡിലും നിർത്തി, ഫസ്റ്റിലും തേർഡിലും നിർത്തി, ഫസ്റ്റിലും ഫോർത്തിലും നിർത്തി. അതൊക്കെ ഫസ്റ്റ് വിടാഞ്ഞ്. സെക്കൻഡ് എടുക്കാം. സെക്കൻഡും തേർഡും നിർത്തി. B2, B3. ഇത് കുഴപ്പമില്ല. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗേളുള്ളൂ, 2 ബോയ്സ് ഉണ്ട്. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഗേൾസ് ആരുമില്ല, 2 ബോയ്സ് ഉണ്ട്. B1, G1, B2, G3, B3. ഈ കേസ് എടുത്തില്ലല്ലോ. ഇതും എടുക്കാം. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗേൾ ഉണ്ട്, പക്ഷെ ബോയ്സ് 2 ഉണ്ട്. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഗേൾസ് ആരുമില്ല, ബോയ്സ് 1 ഉണ്ട്. ഇത്രയും കേസ് നമുക്ക് എടുക്കാം. വേറെ ഏതെങ്കിലും കേസ് ഉണ്ടോ? ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ ഗേളിനെ വെച്ചിട്ട്, ഗേൾ ഒരിക്കലും ലാസ്റ്റ് പൊസിഷനിൽ വരാൻ പറ്റില്ല. ഫസ്റ്റ് പൊസിഷനിൽ വെച്ചു, അത് വെച്ചിട്ട് എല്ലാ കോമ്പിനേഷൻ എടുത്തു. ഫസ്റ്റ് സെക്കൻഡ്, ഫസ്റ്റ് തേർഡ്, ഫസ്റ്റ് ഫോർത്ത്. അതൊക്കെ. ഇനി ഗേളിനെ സെക്കൻഡ് വെച്ചു. സെക്കൻഡ് തേർഡ്, സെക്കൻഡ് ഫോർത്ത്. സെക്കൻഡ് ഫിഫ്ത്ത് വയ്ക്കാൻ പറ്റില്ല. ഇനിയുള്ളത് ഒരു കേസ് കൂടെ ഉള്ളൂ. B1, B2. തേർഡിൽ ഗേളിനെ വയ്ക്കുക. തേർഡിൽ ഗേളിനെ വയ്ക്കുമ്പോൾ അടുത്തതിലും ഗേളിനെ വെച്ചു. B3. ഇത് പറ്റില്ല. കാരണം ഈ ഗേളിൻ്റെ പ്രശ്നമില്ല. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഗേൾസ് ആരുമില്ല, ബോയ്സ് ഒന്നുള്ളൂ. പക്ഷേ ഈ ഗേൾ സമ്മതിക്കില്ല. ഈ ഗേളിൻ്റെ ഫ്രണ്ടിൽ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ നമ്പർ ഈക്വലായി. ഇത് വേണ്ട. 1, 2, 3, 4, 5. So final answer is 5 factorial. 5 factorial denominator. Final answer is 5 factorial on denominator. Numerator is 5. 5. തെറ്റിപ്പോയി.
ഇവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യണ്ടേ? അറേഞ്ച് ചെയ്യണ്ടായിരുന്നു നമ്മൾ എഴുതിയില്ലല്ലോ. മായ്ക്കാട്ടോ. അതായത് ഈ പൊസിഷനിൽ ബോയ്സ് പലരും പലതല്ലേ. ഈ B1 B2 B3 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇവരുടെ പൊസിഷൻ മാറ്റാതിരുന്നാൽ മതി. ഇന്ന് ഈ B3 എടുത്ത് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ B3 എടുത്ത് ഇവിടെ നിർത്താം. ഇതെല്ലാത്തിലും വരില്ലേ അത്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് എത്ര കിട്ടും? 6 ഇൻറ്റു 2 12. എല്ലാത്തിലും 12 കിട്ടും. 12 12 12. അങ്ങനെ എത്ര 12 വരും? 5 12 വരും അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 12 5 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ ആൻസർ കിട്ടുമെന്ന് നോക്കിയേ. 5 ഇൻറ്റു 12 ബൈ 5 ഫാക്ടോറിയൽ ഈസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 കട്ട് ചെയ്തു, 12 കട്ട് ചെയ്തു. യെസ്, ആൻസർ ബിക്കം 1/2. ഓപ്ഷൻ എ. ആൻസർ ബിക്കം 1/2. ഓപ്ഷൻ എ. ഇപ്പം ഈ 5 കേസ് എഴുതാൻ പോയായിരുന്നെങ്കിൽ പ്രശ്നമായേനെ അല്ലേ? നമ്മൾ ഈ 5 കേസാണ് എഴുതുന്നത് എങ്കിൽ ഇഷ്യൂ ആയേനെ. കാരണം ഇവരുടെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവരുടെ പേഴ്സണലി ഇവർ ഓരോരുത്തരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാമായിരുന്നു. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. അതും ഒരു ഈസി അല്ല, വേണമെങ്കിൽ ഒരു ആവറേജ് കാറ്റഗറി പെടുത്താം. ഓക്കെ, വീണ്ടും 2022 ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 2022 ഇത് സെറ്റിലെ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പിന്നെ പ്രോബബിലിറ്റി ദാറ്റ് എന്ന് ചോദിച്ചേക്കൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി പെടുത്താം. ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്. വലിയ എസ്സേ പോലെയൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വെൻ ഡയഗ്രം വരച്ചങ്ങ് ചെയ്താലോ? ഓക്കെ, വെൻ ഡയഗ്രം വരച്ച് ചെയ്യാം. നോക്കിക്കോളൂ കേട്ടോ. Study about a pandemic data 900 persons was collected. It was found that 190 persons had symptom of fever. ഫീവറിനെ ഞാൻ എ എന്ന് വിളിച്ചു, കഫ് ബി, ബ്രീത്തിങ് പ്രോബ്ലം സി. ഓക്കെ, ബ്രീത്തിങ് പ്രോബ്ലം സി. പ്രോബ്ലം ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ലേ? സാരമില്ല. നമുക്ക് വരുന്നത് എ എന്ന് വരുന്നത് ഫിബറുകാരാട്ടോ. പിന്നെ ബി വരുന്നത് കഫാണ്. സി എന്ന് പറയുന്നത് ബ്രീത്തിങ് പ്രോബ്ലം. "190 persons had symptom of fever." 190% had symptom of fever. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് എഴുതിയാലോ. N of A 190, N of B 220, N of C 220. അതൊക്കെ. ഇനി 330% had a symptom of fever, cough or both. അവിടെ ചെറിയൊരു പ്രശ്നം. 330% had symptom of fever or cough or both. എ വരാം, ബി വരാം, ഇന്റർസെക്ഷൻ വരാം. അപ്പം ശരിക്കും ഈ 330 എന്ന് ഉദ്ദേശിക്കുന്നത് N of A യൂണിയൻ ബി ആണ് 330.
330 പേഴ്സൺ ഹാവ് സിംറ്റം ഓഫ് ഫീവർ ഓർ കഫ് ഓർ ബോത്ത്. അതായത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, യൂണിയൻ ആണ്. ഇതോ കഫ് ഓർ ബ്രീത്തിങ് പ്രോബ്ലം ഓർ ബോത്ത്. അപ്പോൾ കഫും ബ്രീത്തിങ് പ്രോബ്ലവും. ബി യൂണിയൻ സി ആണ് ആര്? 350. ഇതോ എ യൂണിയൻ സി ആണ് ആര്? 340. 30% ഹാഡ് ഓൾ 3. അത് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഹാസ് ഓൾ 3. If a person is chosen randomly from these 900 persons, ഒരാളെ ചൂസ് ചെയ്യുന്നു, then the probability that the person has at most one symptom, maximum one symptomേ വരാവൂ. മാക്സിമം വൺ സിംറ്റമേ വരാവൂ. അപ്പം ശരിക്കും ആരൊക്കെയാണ് വേണ്ടത്? ടോട്ടല് 900 ഇല്ലേ? ഉണ്ട്. അതിനകത്ത് ഈ പുറത്ത് കിടക്കുന്നവരെ എടുക്കാം, കാരണം ഇവർക്ക് ഒരു സിംറ്റവും ഇല്ല. പിന്നെ ഇത് ഇവിടെ കയറിയിരിക്കുന്നവർക്ക്, ഇത് ബ്രീത്തിങ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ഇത് കഫ് മാത്രമേ ഉള്ളൂ, ഇത് ഫീവർ മാത്രമേ ഉള്ളൂ, അവരെ എടുക്കാം. ഇതിനകത്ത് കയറിയവരെ എടുക്കാൻ പറ്റില്ല, അവർക്ക് 2 എണ്ണം ഉണ്ട്. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, ഇവിടെ കയറിയവർ ഒരു കാരണവശാലും പറ്റില്ല, അവർക്ക് 3 രോഗമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഇത് 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 നമുക്കറിയാം, 30 അറിയാം. ഇത് 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 3 കണ്ടുപിടിക്കുക. ഈ 900 നിന്ന് അവരെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ പോരെ. കാരണം ഇവിടെ വരുന്നവരെ എടുക്കാൻ പറ്റില്ല, ഇവർക്ക് 2 അസുഖങ്ങളുണ്ട്, ഇവർക്ക് 2 ഉണ്ട്, അത് പറ്റില്ല. മാക്സിമം 1 അസുഖങ്ങൾ മതി, ഒന്നുമില്ലാത്തവരെ എടുക്കാം. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം അതിൽ എളുപ്പം ഞാൻ നോക്കിയിട്ട് ഇതങ്ങ് മൈനസ് ചെയ്താലും മതി, പിന്നെ ഇതൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇപ്പം ഇതെടുത്തു, ബി എ യൂണിയൻ ബി എടുത്തു. നിങ്ങൾക്കറിയാം എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എനിക്ക് എ ഇൻ്റർസെക്ഷൻ ബിയാണ് കിട്ടേണ്ടത്, എ ഇൻ്റർസെക്ഷൻ ബിയാണ് കിട്ടേണ്ടത്. കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എത്രയാ? എ യൂണിയൻ ബി 330. എ യൂണിയൻ ബി ഈസ് 330. എയോ 190, ബിയോ 220 മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടി? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, പറ, ഇത് സിംപ്ലിഫൈ ചെയ്തേ, 220 പ്ലസ് 190, 220 പ്ലസ് 190 എത്ര കിട്ടി? 410 മൈനസ് 330. 410 മൈനസ് 330 പറയൂ. 410 മൈനസ് 330 80 വരും. 80 കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണേ. 80 വരും. 80 എന്ന് പറഞ്ഞാൽ ഏത്? എ ഇൻ്റർസെക്ഷൻ ബിയിലാണ് 80 വരുന്നത്. ഇവിടെ 30 എഴുതി, പിന്നെ ബാക്കി 50 ഇവിടെ എഴുതിയാൽ പോരെ, ടോട്ടൽ 80 കിട്ടിയാൽ പോരെ. ഇതുപോലെ നമുക്ക് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി കാണാം. ബി ഇൻ്റർസെക്ഷൻ സി, ഞാൻ ഈ ഫോർമുല ഒന്നോടെ എഴുതുന്നില്ല കേട്ടോ. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ബി എത്രയുണ്ട്? 220. സി എത്രയുണ്ട്? 220 മൈനസ് ബി യൂണിയൻ സി എത്രയുണ്ട്? 350. അപ്പോൾ 440 നിന്ന് 350 കുറയ്ക്കുക. അപ്പോൾ 90 ആയിക്കോട്ടെ. 90 ബി ആൻഡ് സിയിൽ 90. 30 ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കി 60 ഇവിടെ എഴുതിയാൽ പോരെ. മതി 60 മതി. വീണ്ടും എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 190 ആണ് എക്കകത്ത്, സിക്കകത്ത് 220 ആണ്. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 340 ആണ്. അപ്പോൾ 220 410 കിട്ടൂലേ. 410 മൈനസ് 340 എന്ന് പറയുമ്പോൾ 70 ആയിരിക്കില്ലേ. 70ക്ക് 30 ഇവിടെ ഉണ്ട്, ബാക്കി 40 എഴുതിയാൽ പോരെ.
അല്ലേ? ഇപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 180 കിട്ടില്ലേ? ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് അല്ലേ? ഇത്രയും പോർഷൻ ആഡ് ചെയ്താൽ 180 കിട്ടും. ഇത്രയും പോർഷൻ ആഡ് ചെയ്താൽ എനിക്ക് ആരെ കിട്ടും? 180 കിട്ടും. ഇത് 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 ഇത്രയും പോർഷൻ ആഡ് ചെയ്ത് എത്ര കിട്ടും? 180 കിട്ടും. ഈ പോർഷൻ എനിക്ക് വേണ്ട, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നവർ എനിക്ക് വേണ്ട. അപ്പോൾ 900 മൈനസ് 180 ദാറ്റ് ഈസ് 720. ഈ 720 പേരെ നമുക്ക് എടുക്കാം. അവരൊന്നുകിൽ പുറത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെയൊക്കെ കിടക്കുന്നതായിരിക്കും. ഈ 720 പേരെ നമുക്ക് എടുക്കാം. സോ ആൻസർ ഈസ് ടോട്ടൽ ന്യൂമറേറ്റർ 720. 0 0 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്ത് എഴുതിക്കോളൂ, ആൻസറിലേക്ക് എത്തും. 72 90 ആണ്. കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് പോയിന്റ് സംതിങ് കിട്ടും. ദാറ്റ്സ് ദ ആൻസർ. 0.8 സംതിങ് എന്നാണ് എൻ്റെ ഓർമ്മ. സിംപ്ലിഫൈ ചെയ്താൽ ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ JEE അഡ്വാൻസ് പ്രോബബിലിറ്റിയിലെ പാർട്ട് 1 നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. പാർട്ട് 2 ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. എന്നിട്ടും കുറേ ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കിയുണ്ട്. അടുത്ത ദിവസം നമുക്ക് പാർട്ട് 3 ചെയ്യാം. കുറേ JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻസോടെ പ്രോബബിലിറ്റി. അത് കഴിയുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന വെക്ടർ ഉണ്ട്, 3D ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതൊക്കെ നമുക്ക് നോക്കാം പതുക്കെ. ഓക്കെ, താങ്ക് യു, ബൈ.